നമസ്കാരം. യൂറോപ്പ് മലയാളി ജേണലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. കേരള വികസനം ഒരു വിദേശ മലയാളിയുടെ കാഴ്ചപ്പാടിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് കഴിഞ്ഞയാഴ്ച നമ്മൾ സംസാരിച്ചത്. ആ ചർച്ച ഇവിടെ തുടരുകയാണ്. കേരളത്തിന്റെ വികസനമാണ് നമ്മുടെ വിദേശ മലയാളികളുടെ ആദ്യം ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പോൾ കേരളത്തിൽ വികസനം ഒരുപക്ഷെ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ടൂറിസം ശരിക്കും ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതിന്റെ പ്രധാന കാരണം, ടൂറിസം കേരളത്തിൽ വരുന്നതിന്റെ പ്രധാന കാരണം വെച്ചാൽ അവിടെ പ്രകൃതി ഭംഗിയാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നദികളെല്ലാം വരണ്ടുകൊണ്ടിരിക്കുകയാണ്, വരണ്ടുകൊണ്ടിരിക്കുന്നു, കാടുകൾ വെട്ടിത്തെളിക്കുന്നു. അപ്പൊ ഈ പ്രകൃതി ഭംഗി എത്ര കാലം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ പറ്റും. ഇതൊരു ബേസിക്കായ വിഷയമാണ്. ഈ വികസനവും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധമാണ് അതിലെ കാതലായ കാര്യം. തീർച്ചയായിട്ടും പലപ്പോഴും അത് കൗണ്ടർ പോസ്റ്റ് ചെയ്യപ്പെടുകയാണ്. വികസനം ഇവിടെയും പരിസ്ഥിതി അവിടെയും, അത് രണ്ടും തമ്മിൽ ഇങ്ങനെ വിരുദ്ധ ധ്രുവങ്ങളിലാണ് ഇപ്പം നിൽക്കുന്നത്. പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണ്. അതിൻ്റെതായ പ്രാധാന്യം ഇന്നും നാളെയും ഉണ്ടാകും എന്നാരെങ്കിലും മിണ്ടിപ്പോയാൽ ഉടനെ വാദഗതി വരും. ഒരു വികസന വിരോധിയാണ്, രാജ്യം വികസിക്കാൻ സമ്മതിക്കാത്ത ശത്രുവാണ് അവരെന്ന വാദഗതി ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് പരമാബദ്ധമാണ്. എൻ്റെ അഭിപ്രായത്തിൽ കേരളം വികസിക്കണം, വികസിച്ചേ മതിയാകും. ആ വികസനത്തിന് ടൂറിസം അടക്കമുള്ള പല രംഗത്തും ഇനിയും ഒരുപാട് പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ആ വികസനത്തിൻ്റെ ഓരോ പ്ലാനും ആവിഷ്കരിക്കുമ്പോൾ പരിസ്ഥിതിയെ, പ്രകൃതിയെ മാനിച്ചുകൊണ്ടേ പോകാവൂ. പരിസ്ഥിതിയെ മറന്നുകൊണ്ട്, പരിസ്ഥിതിയെ മാനിക്കാത്ത ഏത് വികസനവും താൽക്കാലികം മാത്രമായിരിക്കും. അത് അല്പായുസേ ഉണ്ടാകും. ഏതാനും കാലം കഴിയുമ്പോൾ ആ വികസനം തലകുത്തി വീഴും. അതൊരു വലിയ വീഴ്ചയായിരിക്കും. അതിൻ്റെ വില കൊടുക്കാൻ ഈ പറയുന്ന വികസനം കൊണ്ട് നേടിയതെല്ലാം കൂട്ടിവെച്ചാലും അതിന് വിലയാകാൻ പോകുന്നില്ല. അതുകൊണ്ട് പരിസ്ഥിതിയെ മാനിക്കാത്ത വികസനം വികസനമല്ല, പരിസ്ഥിതിയെ സ്നേഹിക്കാത്ത വികസനം വികസനമല്ല. വികസനത്തിൻ്റെ മർമ്മസ്ഥാനത്ത് തന്നെ ഒരു സ്ഥാനം കൊടുത്തേ മതിയാകൂ ഇനിമേൽ പരിസ്ഥിതിക്ക്. അല്ലെങ്കിൽ കേരളത്തിൽ ടൂറിസവുമില്ല, കേരളത്തിൽ വികസനവുമില്ല, കേരളത്തിൽ കൃഷിയുമില്ല, കൃഷിയില്ലെങ്കിൽ വ്യവസായവുമില്ല. എല്ലാ വികസനത്തിൻ്റെയും അടിസ്ഥാനം ആയിട്ടൊരു വാക്കുണ്ട്. ആ വാക്കെന്നറിയാവോ? ഏതാ? എല്ലാ വികസനത്തിൻ്റെയും താക്കോൽ വാക്ക് കൃഷിയായിരിക്കും. അല്ല, ജലമാണ്. ജലം വെറും വെള്ളം. പക്ഷെ അത് വെറും വെള്ളമല്ല. ആ വെള്ളമില്ലെങ്കിൽ ഒരു വികസനമില്ല. തീർച്ചയായിട്ടും വെള്ളമില്ലെങ്കിൽ പുഴയില്ല, പുഴയില്ലെങ്കിൽ കൃഷിയില്ല, കൃഷിയില്ലെങ്കിൽ വ്യവസായമില്ല, വ്യവസായം ഇല്ലെങ്കിൽ ധനമില്ല, ധനമില്ലെങ്കിൽ ജീവിതമില്ല. അതുകൊണ്ട് ജലത്തെ മറക്കുന്ന വികസനമാണ് നമ്മൾ ഇതുവരെ കൊട്ടിക്കുഴിച്ചതല്ല. ഇനി ജലത്തെ പ്രണയിക്കുന്ന വികസനം ഉണ്ടായാലേ വികസനമാകൂ. അവിടെയാണ് ആറന്മുള വിമാനത്താവളം പലരും ബാധിക്കുന്നു. അതാണ് വികസനത്തിന്റെ ഏറ്റവും വലിയ രാജപാതയെന്ന്. തീർച്ചയായിട്ടും അല്ല. ആറന്മുള വിമാനത്താവളം വികസന വിരോധത്തിന്റെ ഒരു അടയാളമായിട്ടായിരിക്കും കാലം അംഗീകരിക്കാൻ പോകുന്നത്. അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. ആരെല്ലാം അതിനുവേണ്ടി എന്തെല്ലാം മതിച്ചാലും ശരി, എൻ്റെ ഉറച്ച അഭിപ്രായം ആ വിമാനത്താവളം വികസനത്തെ പറ്റിയുള്ള ന്യായമായ എല്ലാ സങ്കല്പത്തിനെയും നിരാകരിക്കുന്ന ഒന്നാണെന്നാണ്. ഇന്ത്യയുടെ പല ഭാഗത്തും വൻതോതിലുള്ള റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി നിക്ഷേപിക്കുന്ന സാമ്പത്തിക ശക്തികൾ ലോകത്തെല്ലാം ഇന്ന് ഭൂമി ക്രയവിക്രയങ്ങളുടെയും കൊള്ളകളുടെയും ഒരു കേന്ദ്ര പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുക. ലോകം മുഴുവൻ റിയൽ എസ്റ്റേറ്റ് ഇന്ന് അങ്ങനെയാണ്. തീർച്ചയായിട്ടും ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഒരു വിദേശ മലയാളി അവിടുന്ന് പ്ലെയിൻ കയറി തിരുവനന്തപുരത്ത് 3.5 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ 3.25 മണിക്കൂർ കൊണ്ടോ എത്തുന്ന ഒരു വിദേശ മലയാളിക്ക് പത്തനംതിട്ട ജില്ലയിലോ അല്ലെങ്കിൽ കോട്ടയം ജില്ലയിലോ ജീവിക്കുന്ന ഒരാള് തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങി കാറ് പിടിച്ച് വീട്ടിലെത്തണമെങ്കിൽ മിനിമം 4 മണിക്കൂർ 5 മണിക്കൂർ കാറിലിരിക്കേണ്ടി വരും. റോഡ് വികസനം തീർത്തും അസാധ്യമായിരിക്കുന്ന കേരള സംസ്ഥാനത്ത് പറഞ്ഞ വിദേശ മലയാളികൾക്ക് ആറന്മുള എയർപോർട്ടിൽ ഇറങ്ങി പത്തനംതിട്ട ജില്ലയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്തോ അതല്ലെങ്കിൽ കോട്ടയം ജില്ലയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്തോ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കൊണ്ട് വീട്ടിലെത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലുള്ളവർക്ക് അവിടെ എത്രയോ തൊഴിൽ സാധ്യതകൾ കൂടുതൽ കിട്ടും. നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വരുന്നതിനെ കുറിച്ച് മുൻപ് എതിരെ അഭിപ്രായം ഉണ്ടായിരുന്നു. നെടുമ്പാശ്ശേരി എയർപോർട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം അവിടെ എത്രയോ അധികം വികസനമുണ്ട്, എത്രയോ ആൾക്കാർക്ക് തൊഴിൽ കിട്ടി. അതുകൊണ്ട് ആറന്മുളയിൽ വിമാനത്താവളം വരണം എന്ന് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന ഒരു വിദേശ മലയാളിയാണ്. താങ്കളുടെ നിലപാട് സ്വീകരിച്ചാൽ ആറന്മുള മാത്രം വിമാനത്താവളം പോരാ, തൊട്ടപ്പുറത്ത് കോഴഞ്ചേരി വേണം, കൊല്ലത്ത് വേണ്ടേ?
ഒരു എയർപോർട്ടിനെ പറ്റിയുള്ള സ്റ്റഡീസ് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. എയർപോർട്ടിന്റെ വരുന്ന എയർക്രാഫ്റ്റുകളുടെ എണ്ണം, സഞ്ചാരികളുടെ എണ്ണം, അതൊക്കെ വെച്ച് നോക്കിയിട്ടാണ് ഇതിന്റെ ഒരു ഇക്കണോമിക് വയബിലിറ്റി നോക്കുന്നത്. ആ പഠനങ്ങളെല്ലാം പറയുന്നത് ഈ എയർപോർട്ട് ഇക്കണോമിക്കലി വയബിൾ ആകാൻ പോകുന്നില്ല എന്നാണ്. വേറൊരു കാര്യമുള്ളത്, ഈ എയർ ട്രാഫിക്കിന്റെ ടെക്നിക്കൽ സ്റ്റഡീസ് ഒക്കെ പറയുന്നത് ഒരു വിമാനത്താവളം അടുത്ത വിമാനത്താവളം രണ്ടിനും ഇടയ്ക്കുള്ള എയർ ദൂരം അത് കൃത്യമായ കണക്കുകളുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ട്രിവാൻഡ്രത്തിന്റെയും നെടുമ്പാശ്ശേരിയുടെയും നടുക്ക് ഒരു വിമാനത്താവളത്തിന് ആ നിയമങ്ങളൊന്നും ശരിവെക്കുന്നില്ല. ഒന്നും ശരിവെക്കുന്നില്ല. അപ്പൊ ടെക്നിക്കലി വയബിൾ അല്ലാത്തത്, ഫിനാൻഷ്യലി വയബിൾ അല്ലാത്തത്, അത് അതിനേക്കാൾ ഭീകരമായിട്ട് അത് എൻവയോൺമെന്റലി ഉണ്ടാക്കാൻ പോകുന്ന ആപത്തുകൾ ചെറുതല്ലത്. 14 നിയമങ്ങളെ ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞ് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി, കൃഷിഭൂമി ഇല്ലാതാക്കിയിട്ട് സ്വാഭാവികമായ ചതുപ്പ് നിലങ്ങളെല്ലാം കുഴിച്ചു മൂടിയിട്ട് വളരെ ഫ്രഡുലന്റായ മാർഗത്തിൽ കൂടിയല്ല വികസനം ഉണ്ടാകേണ്ടത്. അതല്ല വികസനത്തിന്റെ വഴി. വികസനം വരേണ്ടത് ഇങ്ങനെ നിയമങ്ങളെ ഉറച്ചിക്കിടത്തിക്കൊണ്ടും പാത്തും പതുങ്ങിയും തലയിൽ മുണ്ടിട്ടും ഉദ്യോഗസ്ഥന്മാരെ കളിപ്പിച്ചും കൊടുക്കേണ്ട രേഖകൾ ഒളിപ്പിച്ച് വെച്ചിട്ടൊന്നുമല്ല. അത് റിയൽ എസ്റ്റേറ്റ് ലോബിക്ക് ചെയ്യാൻ പറ്റും. അത് കള്ളക്കച്ചവടത്തിന്റെ മാർഗമാണ്. കള്ളക്കച്ചവടത്തിന്റെ മാർഗം അല്ല വികസന മാർഗമെന്ന് കേരളവും ഇന്ത്യയും ലോകവും പറഞ്ഞേ തീരുവുള്ളൂ. ഇപ്പോൾ നടക്കുന്നത് വികസനമെന്ന വാക്ക് പറഞ്ഞുകൊണ്ട് കള്ളക്കച്ചവടത്തിന് വേണ്ടിയുള്ള അരങ്കുരുക്കലാണ്. ഞാൻ താങ്കളെ കുറ്റപ്പെടുത്തുമല്ല, ഞാൻ എന്നെ പൂർണ്ണമായിട്ടും മാനിക്കുന്നു. പക്ഷേ അതിന്റെ മറവിൽ നടക്കുന്നത് ഇത്തരത്തിലുള്ള വലിയ ചില തട്ടിപ്പിന്റെ മാർഗമല്ല എന്ന്. അതിന്റെ മറവിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതെനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ താങ്കളെ മാനിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഈ ഒരു ചിന്താഗതി തന്നെ നെടുമ്പാശ്ശേരിയിൽ എയർപോർട്ട് വരുമ്പോഴും ഉണ്ടായിരുന്നു. അന്ന് കൊച്ചിയിൽ ഒരു എയർപോർട്ട് ഉണ്ടല്ലോ, എന്തിനാണ് ഇനി ഒരു നെടുമ്പാശ്ശേരിയിൽ ഒരു എയർപോർട്ട്? എന്തിനാണ്? അന്ന് ഈ ചിന്താഗതി തന്നെ ആയിരുന്നു. ഇപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ വളരെ സുഗമമായിട്ട് ആൾക്കാർക്ക് ഇറങ്ങിപ്പോകാം. ട്രാഫിക്കിന്റെ പ്രശ്നങ്ങളില്ല. അവിടെ പാലം വന്നു, അതിനനുസരിച്ച് ആ പ്രദേശങ്ങളെല്ലാം വികസിച്ചു, അവിടെ എല്ലാം മാറ്റങ്ങളുണ്ടായി. ഇത് തന്നെയായിരുന്നു അന്നും ഉള്ള ചിന്താഗതി. നെടുമ്പാശ്ശേരി വന്നതുകൊണ്ട് കൂടിയാണ് ഇനിയൊരു വിമാനത്താവളത്തിന്റെ വയബിലിറ്റി ഇല്ലാതാകുന്നത്. അതുകൊണ്ട് കൂടിയാണ് ടെക്നിക്കലി ആൻഡ് ഇക്കണോമിക്കലി ഫീസിബിലിറ്റി കുറയുന്നത്. അതിനുശേഷമാണ് കണ്ണൂർ, വീണ്ടും കോഴിക്കോട്ടും കണ്ണൂരൊക്കെ വിമാനത്താവളം വന്നിരിക്കുന്നു. 4 കേരളത്തെ പോലെ കൊച്ചു സ്റ്റേറ്റിന്റെ സാമാന്യത്തിൽ കവിഞ്ഞ ഒന്നാണെന്നാണ് ഒരു വാദഗതി ഉള്ളത്. അത് ഭൂരിപക്ഷം പേരും അംഗീകരിക്കുന്ന വാദഗതിയാണ്. ഇപ്പൊ അടുത്ത ഇലക്ഷന് ഇടതുപക്ഷം അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ആറന്മുള എയർപോർട്ട് വേണമെന്ന് പറഞ്ഞു പ്ലാനുകൾ മുന്നോട്ട് പോകുന്നു. അത് ഇടതുപക്ഷം ഏത് രീതിയിലായിരിക്കും അപ്രോച്ച് ചെയ്യുന്നത്? അവിടെ അതൊരു ഗൗരവപ്പെട്ട ചോദ്യമാണ്. ഒരു പക്ഷം പ്രതിപക്ഷത്തായിരിക്കെ ഒരു കാര്യം പറയുന്നു, അതിന് കുറച്ച് കാരണങ്ങളുണ്ടായിരിക്കും. ആ കാരണങ്ങളോട് അവർക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ കസേര മാറി അവർ വേറെ പക്ഷത്തെത്തുമ്പോഴത്തേക്കും നിലപാട് മാറ്റാൻ പാടില്ല. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് ഇനി അധികാരത്തിൽ വരാൻ കഴിയുന്ന അവസരം എപ്പോഴായാലും ആറന്മുള വിമാനത്താവള വിഷയത്തിൽ അതിപ്പോൾ കൈക്കൊണ്ട ആ വിമാനത്താവളം വേണ്ട എന്നുള്ള നിലപാടല്ലാതെ വേറെ നിലപാട് സ്വീകരിച്ചാൽ അധാർമികമായിരിക്കും, സ്വീകരിക്കാൻ പാടില്ല. അതിൻ്റെ നിലപാട് ആറന്മുളയിൽ വിമാനത്താവളം വേണ്ട, ഈ വയലുകളും തണ്ണീർത്തടങ്ങളും ഈ തോടുകളും ആയിരക്കണക്കിന് ഏക്കറാണ്, അതെല്ലാം നികത്തി ഭൂബന്ധങ്ങളെ നിർവചിക്കുന്ന കേരളത്തിന്റെ എല്ലാ നിയമങ്ങളെയും വികൃതമാക്കിക്കൊണ്ട് ഒരു വിമാനത്താവളം വേണ്ട എന്നതായിരിക്കണം ഇടതുപക്ഷ ഗവൺമെന്റ് വന്നാലും കൈക്കൊള്ളേണ്ട നിലപാടെന്നാണ് എന്റെ അഭിപ്രായം. നമുക്ക് ഈ ചർച്ചയിലൂടെ ഒരു വികസന വിരോധം കാണിക്കണമെന്ന് ആഗ്രഹമില്ല. എന്നാലും ഞാൻ താങ്കൾ നേരത്തെ പറഞ്ഞതിനോട് അനുബന്ധമായിട്ട് പറയുകയാണ്, ജലമാണ് നമ്മളുടെ പ്രധാന എല്ലാത്തിന്റെയും പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കൃഷിയുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ കേരളത്തിൽ കൃഷി ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ലോകത്തുള്ള എത്രത്തോളം പോയിസണസ് ആയിട്ടുള്ള ആഹാര വസ്തുക്കളും വിറ്റഴിയുന്ന ഒരു സ്ഥലമാണ് കേരളം. അതുകൊണ്ട് ഏറ്റവും നല്ല വ്യവസായം ഇപ്പൊ കേരളം ഹോസ്പിറ്റലാണ്. കാരണം എല്ലാവർക്കും അസുഖം വരെയല്ലേ. കാരണം ഈ എന്താണ് കഴിക്കുന്നതെന്ന് ഇതിനൊരു നിയന്ത്രണവും നമ്മൾ കേരളത്തിൽ നടത്താൻ പറ്റില്ല അല്ലേ. അവിടെയെല്ലാമാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലെ പോളിസി മേക്കേഴ്സും കേരളത്തിലെ പ്ലാനിംഗ് എക്സ്പെർട്സും കേരള സമൂഹഭാഗത്തന്നെ ചിന്തിക്കേണ്ടത്. നമ്മൾ വികസനം എന്ന പേരിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പലതിൻ്റെയും ഫലമായിട്ട് വാസ്തവത്തിൽ നമ്മുടെ സമൂഹത്തിന്റെ മേൽ പുതിയ പുതിയ രോഗാവസ്ഥകൾ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. തീർച്ചയായിട്ടും
അതിന് ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ പുതിയ പുതിയ ആശുപത്രികൾ കെട്ടിപ്പടുക്കുകയാണ്. സാധാരണക്കാരന് എത്തിപ്പെടാനാകാത്തത്രയും വലിയ സാമ്പത്തിക ഭാരമുള്ള ചികിത്സാ സങ്കേതം ഉണ്ടാവുകയാണ്. ഒരു രോഗം ചികിത്സിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയാൽ നമ്മൾ മടങ്ങിയെത്തുന്നത് 3 രോഗം കൊണ്ടായിരിക്കും. പിന്നെ ചികിത്സ മുഴുവൻ അതിനു വേണ്ടിയായിരിക്കണം. എത്രയോ കുടുംബങ്ങളുടെ സമ്പത്ത് മുഴുവൻ, ജീവിതകാലത്ത് അധ്വാനം മുഴുവൻ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടുകയാണ്. പിന്നെ നമ്മുടെ ആർത്തികൾ, ധൂർത്ത്, സ്വർണ്ണഭ്രമം, ഇതെല്ലാം കൂടെ ചേർന്ന് കേരളത്തിന് മുമ്പിൽ നമ്മൾ വരച്ചു കാണിച്ചിരിക്കുന്ന വാഗ്മയ ചിത്രമൊന്നും ശരിയല്ല. കേരളം അതുകൊണ്ട് ഒരു പുതിയ ചിന്ത ആരംഭിക്കുന്ന നേരമായിരിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചുള്ള സ്ഥായിയായ വികസനത്തിന്റെ വഴി അതാണ്. അതിനുള്ള ഒരുപാട് സാധ്യതയുണ്ട് കേരളത്തിൽ. അവിടുത്തെ പ്രകൃതിയും അവിടുത്തെ വിഭവങ്ങളും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള ഒരു അർത്ഥപൂർണമായിട്ടുള്ള അന്വേഷണത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ട ഘട്ടമായിരിക്കുന്നു. പക്ഷെ നമ്മൾ ഇപ്പോഴും സമയം പാഴാക്കുന്നത് മുഴുവൻ ആറന്മുള വിമാനത്താവളത്തിൽ കഥ പറഞ്ഞുകൊണ്ട് തന്നെയാണ്, വേറെ പലതും പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് കേരളത്തിന്റെ ഭാവിയുടെയും ഇന്ത്യയുടെ ഭാവിയുടെയും മുമ്പിൽ പ്രത്യേകിച്ചും ആഗോളതാപന കാലഘട്ടത്തിൽ പ്രകൃതി പരിരക്ഷയുടെ കൂടെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ഒരു വികസന സംവിധാനമാണ് ആവശ്യം. ലോകത്തിന് ഇപ്പോൾ അറിയാം, ലോകം വിട പറയുകയാണ് ഡേർട്ടി ഇൻഡസ്ട്രിയോട്, കെമിക്കൽ വ്യവസായത്തോട്, മാലിന്യങ്ങളോട്. ലോകം നോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്ര എല്ലാ വിഷയങ്ങളിലും അശേഷ ആ വഴിക്ക് നോക്കാതെയും കൂട്ടാക്കാതെയും മാലിന്യങ്ങളോടൊക്കെ യെസ് എന്ന് പറയുന്ന സമൂഹമായിട്ട് കേരളം മാറാൻ പറ്റുമോ? അല്ല, ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന കറി ലീവ്സ്, കറിവേപ്പില പല വിദേശ രാജ്യങ്ങളിലും ഇപ്പൊ ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കുന്നില്ല. കാരണം അതിലെ പോയിസണസ് ആയിട്ടുള്ള അതിന്റെ ലെവൽ കൂടിയത് കൊണ്ട്. നമ്മുടെ കേരളത്തിൽ ഇത് ആരും നോക്കാനില്ലല്ലോ, ഇവിടെ നോക്കുന്നുണ്ടാണല്ലോ ഇവിടെ ഇറക്കണ്ടെന്ന് പറയുന്നത്. ഇല്ല, അത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ നോക്കാതെ ഈ വലിയ വലിയ വികസനത്തെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അവിടെ നിന്നൊക്കെ ചർച്ച ചെയ്യപ്പെടും വല്ലപ്പോഴും. പക്ഷെ അത് ഈ ചെവി കൂടെ കേൾക്കും, ഈ ചെവി കൂടെ കളയും. നമ്മൾ നാളെയും മേടിക്കാൻ പോകുന്നത് ഈ വിഷത്തിൽ മുക്കിയ കറിവേപ്പിലയാണ്. അല്ല, അത് ഈ രാസ ഭീകരതയ്ക്ക് വിധേയമായിട്ടുള്ള പച്ചക്കറി നമ്മൾ കഴിക്കുകയാണ്. നമ്മൾ കഴിച്ചുകൂടാത്തതെല്ലാം വയറ്റിൽ കുത്തിക്കയറ്റുകയാണ്. അല്ല, ഇപ്പൊ നമ്മളെന്നിട്ട് പറയുന്നു നമ്മൾ പരിഷ്കൃതമായ വികസനത്തിന്റെ വഴിതേടുകയാണ്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആൾക്കാർ ഇരിക്കുന്നല്ലോ, നാട്ടിൽ പോകുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? നല്ലൊരു റെസ്റ്റോറൻറ്റ് കയറി ആഹാരം കഴിക്കണം, അങ്ങനെ കുറെ ആഗ്രഹങ്ങളുമായിട്ടാണ് ഞങ്ങൾ നാട്ടിൽ ചെന്നിറങ്ങുന്നത്. ഇപ്പൊ ആർക്കും പുറത്തുനിന്ന് ആഹാരം കഴിക്കാൻ വയ്യ, ഒരു ഫിഷ് വാങ്ങി കഴിക്കാൻ ഒക്കാത്ത അവസ്ഥയാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ നാട്ടിൽ വന്ന് എന്ത് ആഹാരമാണ് കഴിക്കുന്നത്? താങ്കളൊക്കെ എങ്ങനെ അവിടെ കഴിയുന്നു എന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. താങ്കൾ ഒരു പുരോഗമന പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്നു വർഷങ്ങളായി. കൂട്ടത്തിൽ നല്ല തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ കവിത എഴുതുവാൻ സമയം കണ്ടെത്തും. ഈ വനമന്ത്രി ആയതിനു ശേഷമാണോ കവിതയോടുള്ള ജ്വരം കൂടിയത്? അതോ അതിന് മുമ്പ് കോളേജ് കാലഘട്ടത്തിലൊക്കെ താങ്കൾ പ്രബന്ധ രചനയും പ്രസംഗത്തിലൊക്കെ മിടുക്കനായിരുന്നു കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? താങ്കളുടെ ഒരു കവിത അടുത്ത കാലത്ത് വായിച്ചിരുന്നു, അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെയുള്ള ചെറിയ ഭ്രാന്തും ഉണ്ട്. ഒന്ന്, ഞാൻ ഒരു കവിയല്ല, അത് നല്ലവണ്ണം എനിക്കറിയാം. കവിത ഭ്രാന്താണെങ്കിൽ എനിക്ക് ആ ഭ്രാന്ത് ഇഷ്ടമാണ്. കാരണം ആ അളവിൽ ഭ്രാന്ത് വേണം സമൂഹത്തിന്. കവിതയെ ഇഷ്ടപ്പെടാനുള്ളൊരു ഭ്രാന്തുള്ള സമൂഹത്തിന് മാത്രമേ മാനവികതയുടെ ഒരു ഈർപ്പമുണ്ടാകും, ആർദ്രതയുണ്ടാകും. അതുകൊണ്ട് കവിത ഇഷ്ടപ്പെടുന്നൊരു പൊതുപ്രവർത്തകനാണ് ഞാൻ വല്ലതൊക്കെ എഴുതാറുണ്ട്. കോളേജിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും പ്രബന്ധ മത്സരങ്ങൾക്കും പ്രസംഗ മത്സരത്തിനൊക്കെ പോയതുപോലെ തന്നെ ഞാൻ മത്സരിക്കാൻ വേണ്ടി അല്ലെങ്കിലും അന്നും കവിതയെല്ലാം കുത്തിക്കുറിക്കുമായിരുന്നു. ഒരു പൊതുപ്രവർത്തകന്റെ ജീവിതം, അയാൾ മന്ത്രിയായാലും മന്ത്രി അല്ലെങ്കിലും ഒരുപാട് സംഘർഷങ്ങളുണ്ടാകും. മനസാക്ഷിയുള്ളൊരു പൊതുപ്രവർത്തകൻ ഇന്നത്തെ കാലത്ത് സംഘർഷങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാകും. അത് സംഘർഷങ്ങൾ അങ്ങനെ ആകാമോ, അത്രയും വേണോ, അതിങ്ങനെ തൊലിപ്പുറമേ മാത്രം ഉണ്ടായ പോലെ അവഗണിച്ച് വെക്കുക എന്നൊക്കെ ഒരു വാദഗതി ഞാൻ കേൾക്കാറുണ്ട്. എൻ്റെ പല സുഹൃത്തുക്കളും പറയാറുണ്ട്, ഇതൊന്നും ഇവിടെ മൈൻഡിലെടുക്കാൻ ഏറ്റുവാങ്ങേണ്ട കാര്യമില്ല, എന്തിനാണ് അതെല്ലാം ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുന്നത് ചോദിക്കാറുണ്ട്. ഒരു നല്ല മനുഷ്യന് വലിയ പാടാണ്. പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാനൊരു പരാജയമായിരിക്കും. എൻ്റെ ഹൃദയത്തിലൊക്കെ വരുന്നുണ്ട്, ഹൃദയത്തിൽ ഇതെല്ലാം കൊള്ളുന്നുണ്ട്, തൊലിപ്പുറമേ തട്ടിപ്പോകുന്നില്ല. അപ്പോൾ അതാണ് പിന്നെ പരാജയമെങ്കിൽ ഞാൻ പരാജിതനാണ്. അല്ല, അതൊരു രാഷ്ട്രീയ നേതാവിന്റെ തൊലിക്കട്ടി ഉണ്ടാവണമെന്ന് പറയാറുണ്ട്. തൊലിക്കട്ടി കുറവാണ് എനിക്ക്. എനിക്ക് ആ തൊലിക്കട്ടി വിശ്വാസമില്ല. ആ തൊലിക്കട്ടി വേണ്ടെന്ന് പക്ഷക്കാരനാണ് ഞാൻ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്റെ അനുഭവത്തിൽ ഒരു മൈൻഡിൽ നിന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും എനിക്ക് അത്തരം ഘട്ടങ്ങൾ, സംഘർഷങ്ങളുടെ ഒരു കൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യന് കവിത അല്ലെങ്കിൽ സാഹിത്യം ഒരു സാന്ത്വനമാണ്. അത് വായിക്കുന്നതാണ്, എഴുതുന്നതാണ്. അങ്ങനെ എഴുതുമ്പോൾ ഒരു പ്രത്യേക സുഖം കിട്ടും. ആ സുഖത്തിന് വേണ്ടിയാണ് ഞാൻ എഴുതുന്നത്. അല്ല, ഞാൻ
എഴുതുന്ന വിശ്വോത്തരമായ കവിതയായതുകൊണ്ടോ അല്ലെങ്കിൽ അത് വായിച്ച് എല്ലാവരും എന്നിലെ കാവ്യപ്രതിഭയെ മാനിക്കുന്നുള്ള വ്യാമോഹം കൊണ്ടൊന്നുമല്ല. ഞാനൊരു വെറും സാധാരണ, എനിക്കറിയാം എന്നെ പറ്റി, ഇവിടെ പറയുന്നത് പലതും അല്ല. ഞാൻ അത്ര വലിയ ആളല്ല, ഞാൻ അത്ര വലിയ മോഡലല്ല. ഞാനൊരു വെറും പച്ച മനുഷ്യൻ. ആ മനുഷ്യന്റെ എല്ലാ തരത്തിലുള്ള ദൗർബല്യങ്ങളുള്ള നന്മകളുള്ള ഒരു മനുഷ്യൻ. എന്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, എന്റെ അനുഭവത്തിൽ രാഷ്ട്രീയ പ്രവർത്തകന്മാരുടെ കണ്ണ് നിറയണം, നിറയേണ്ട സമയത്ത് കണ്ണ് നിറയണം. അവരുടെ തൊണ്ട ഇടറേണ്ട എല്ലാ സന്ദർഭങ്ങളിലും അവർക്ക് യാതൊരു മറയും കൂടാതെ അങ്ങനെ ഇടറാനുള്ള അവകാശം വേണം. അതൊരു രാഷ്ട്രീയ പ്രവർത്തകരായതുകൊണ്ട്, നേതാവായതുകൊണ്ട്, അല്ലെങ്കിൽ MLA ആയതുകൊണ്ട്, ഒരു പാർട്ടിക്കാരനായതുകൊണ്ട് അതൊന്നും നിഷിദ്ധമയാകാൻ പാടില്ല. ഇതുമായിട്ട് സമാനമായിട്ടുള്ള ഒരു ചെറിയ ചോദ്യം. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം 30കൾ മുതൽ സജീവമായി ഈ 2013 എത്തുന്നതുവരെയും പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ലിബറൽ ആറ്റിറ്റ്യൂഡ് പച്ചു പുലർത്തുന്ന ഒരുപാട് ചെറുപ്പക്കാരെ വളർത്തിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് വായിക്കുവാനും തുറന്ന് ചിന്തിക്കുവാനും ഒക്കെ തന്നെ പ്രേരിപ്പിക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ, കൊച്ചു കേരളത്തിൽ പോലും ഈ ജാതി രാഷ്ട്രീയം ഭയങ്കരമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. കോൺഗ്രസിനോ അതല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികൾക്കോ ഈ ജാതീയതയും മത സ്വാധീനവും രാഷ്ട്രീയ പാർട്ടികളിൽ കടന്നു വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ അതിൽ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? പക്ഷേ എങ്കിലും ഇപ്പോഴും ജാതി രാഷ്ട്രീയം ഭയങ്കരമായി നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തെയൊക്കെ തന്നെ കടന്നാക്രമിക്കുകയാണ്. എന്തുകൊണ്ട് ഇത് തടയാൻ കഴിയുന്നില്ല? എക്സാക്ട്ലി, രാഷ്ട്രീയത്തിന്റെ പിറവിയിൽ നിന്നും എന്തെല്ലാം അകറ്റി നിർത്തപ്പെടാം. എൻ്റെ അഭിപ്രായത്തിൽ ഇതടക്കം ഒന്നും അകറ്റി നിർത്തപ്പെടാൻ പാടില്ല. നമ്മുടെ സമൂഹം ഈസ് എ പൊളിറ്റിക്കൽ സമൂഹം. നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന പാർട്ടിയുടെ മെമ്പറാണോ, നിങ്ങൾ എപ്പോഴും അധികാരത്തിന്റെ വിഷയം മാത്രം ചിന്തിക്കുന്ന ആളാണോ, അതൊന്നുമല്ല രാഷ്ട്രീയം. രാഷ്ട്രീയം ഇതൊക്കെ കൂടി ചേർന്നതാണ്. ഇന്ത്യയുടെ മറ്റു പല ഭാഗത്തേക്കാൾ രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ പാർട്ടികളും സജീവമായിട്ട് നിൽക്കുന്ന സമൂഹമാണ് കേരളം. നമ്മൾ അവകാശപ്പെടുന്നത് രാഷ്ട്രീയ പ്രബുദ്ധമാണെന്നാണ്. രാഷ്ട്രീയ പ്രബുദ്ധമായ കേരളത്തിലെ സംവാദങ്ങളിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളും രാഷ്ട്രീയ നിലപാടുകളും ആശയപരമായ കാര്യങ്ങളും എല്ലാം അതിൻ്റേതായ ഗൗരവത്തിൽ, സ്ഥാനത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ അളവിൽ രാഷ്ട്രീയത്തിലേക്ക് ജാതിയും മതവും തള്ളിക്കയറുമായിരുന്നില്ല. ജാതി യാഥാർത്ഥ്യമാണ്, മതം യാഥാർത്ഥ്യമാണ്. അത് ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള സ്ഥലമുണ്ട്. അതാണ് പണ്ട് പറഞ്ഞു പോകുന്നത്, സീസറിന്റെ പങ്ക് സീസറിന്, ദൈവത്തിന്റെ പങ്ക് ദൈവത്തിന്. അന്നും ഇന്നും അർത്ഥം കൊണ്ട് തന്നെയാണ് രാഷ്ട്രീയത്തിന്റെ സ്ഥാനം അത് രാഷ്ട്രീയത്തിനായിട്ട് മാറ്റിവെക്കുക. സീസറിന്റെ പങ്ക് സീസറിനും കൊടുത്തേക്ക്. പക്ഷെ ഇതിന് തടയിടാൻ കഴിയും. അതിന് മാറ്റം വന്നുപോയി. അതിന് മാറ്റം വന്നിട്ട് ദൈവവും സീസറും കൂടെ കെട്ടുപണഞ്ഞ് കിടക്കുകയാണ് ഇപ്പോൾ. രാഷ്ട്രീയത്തിന്റെ പങ്ക് നിറവേറ്റാതിരിക്കുകയും അതിന്റെ വേക്കമുണ്ടാവുകയും ആ വേക്കത്തിലേക്ക് ജാതിയും മതവും കടന്നു വരികയും അവസാനം കെട്ടുപണയുകയും ചെയ്തിട്ട് ഏതാണ് രാഷ്ട്രീയം, ഏതാണ് ജാതി, ഏതാണ് മതം എന്നറിയാത്ത ഒരു സ്ഥിതി ഉണ്ടായിരിക്കുകയാണ്. അതൊട്ടും ആശാസ്യമായ കാര്യമല്ല. അത് രാഷ്ട്രീയ വ്യവസ്ഥയ്ക്കോ ജനാധിപത്യ വ്യവസ്ഥയ്ക്കോ ശക്തി പകരുന്നില്ല. അതിനെപ്പറ്റി ചിന്ത ഉണ്ടാകേണ്ടത് രാഷ്ട്രീയ പാർട്ടികളിലാണ്, താഴത്തെ തലത്തിലല്ല, മുകൾ തലത്തിലാണ്. രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ മൂല്യങ്ങൾ, അവിടെയാണ് അത് കടന്നു വരുന്നത്. രാഷ്ട്രീയത്തിൻ്റെ മൂല്യങ്ങളെപ്പറ്റി ഇടതുപക്ഷത്തിനും അല്ലെങ്കിൽ കോൺഗ്രസിനും BJPക്കും എല്ലാം ഒരു റീതിങ്കിങ് ആവശ്യമുണ്ട് ഇപ്പോഴത്തെ കാലത്ത്. ജാതിയും മതവും രാഷ്ട്രീയത്തിൽ അദ്ദേഹം ആശങ്കപ്പെട്ടതുപോലെ ഇടപെടുന്ന അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാക്കണമെന്ന കാര്യത്തിൽ ഒരു രാഷ്ട്രീയ സമവായം ഉണ്ടാക്കാൻ പറ്റും. അതിന് രാഷ്ട്രീയ പാർട്ടികളൊക്കെ തീരുമാനിച്ചാൽ മതിയാകും. അത് രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ ഓരോ പാർട്ടിക്കും അവരുയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ സംഹിതകളിലുള്ള വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് ആ വഴിക്ക് നീങ്ങാനുള്ള രാഷ്ട്രീയ സന്നദ്ധത ഉണ്ടാകണം. അതിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴാണ്, അവിടെ സന്ധി ചെയ്യുമ്പോഴാണ്, അവിടെ അപ്പോഴപ്പോഴത്തെ കൊച്ചു കൊച്ചു താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില കൊടുക്കലും ഉണ്ടാകുമ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് നമുക്ക് വിദേശ മലയാളികൾ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ആഗ്രഹം, നമുക്ക് നാട്ടിൽ മണി ഇൻവെസ്റ്റ് ചെയ്യണം, കേരളം നന്നാവണം. താങ്കൾ പറഞ്ഞ പോലെ വിദേശത്ത് നിൽക്കുന്ന മലയാളികൾക്കാണ് കേരളത്തോട് ഏറ്റവും അടുപ്പം തോന്നാറുള്ളത്. അപ്പോൾ നമുക്ക് നാട്ടിൽ വരുമ്പോൾ
എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നും എന്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ ആരെങ്കിലും ബാധ്യസ്ഥരാണോ? ഇവർക്കൊരു വിശ്വാസ്യത കൂട്ടിക്കൊടുക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അല്ല, പ്രവാസികളുടെ മനസ്സിലുള്ള ഈ ഒരു പ്രതീക്ഷയെ വളരെ അഭിമാനപൂർവ്വം കാണുന്നൊരു മലയാളിയാണ് ഞാൻ. അത് വളരെയധികമുണ്ട്. തങ്ങൾ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ സമ്പാദ്യ മിച്ചം അത് നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ഉതകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പ്രവാസികളുടെ മഹാഭൂരിപക്ഷം പേരും. അവർ ടെക്നിക്കലി അവിടെ വോട്ടില്ലാത്തവരായിരിക്കാം, അല്ലെങ്കിൽ ചിലരിപ്പോൾ പൗരത്വം തന്നെ വേണ്ടായിരിക്കാം. അതൊക്കെയാണെങ്കിൽ പോലും അവരുടെ മനസ്സിൽ നാടെന്ന ചിന്തയുണ്ട്. തങ്ങളുടെ പൗരത്വം കളഞ്ഞാലും കേരളം നമ്മളെ നാടെന്ന് പറഞ്ഞിരിക്കുന്നവരാ ഞങ്ങളല്ല. പൊക്കക്കൊടി ഉണ്ടല്ലോ, അത് മുറിഞ്ഞു പോകുന്നില്ല. തീർച്ചയായും അത് മുറിച്ചു മാറ്റിയാലും അതവിടെ ഉണ്ട്. ഇദ്ദേഹം ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ വിദേശത്തു നിന്ന് വരുന്ന മലയാളികൾ, വിദേശത്ത് നിന്ന് വരുന്ന പൗരന്മാര് അതിന് പ്രത്യേകമായിട്ട് കാണണം എന്ന് പറയുന്ന അവരുടെ പ്രശ്നം സങ്കീർണമായതുകൊണ്ട് മാത്രമല്ല, അവർക്ക് സമയക്കുറവായതുകൊണ്ടാണ്. മറ്റുള്ള നാട്ടിലുള്ള ആൾക്കാരുടെയും വിദേശത്ത് നിന്ന് വരുന്ന മലയാളികളെയും രണ്ടായിട്ട് കാണണമെന്ന് പറയുന്നത്, ഒരുപക്ഷെ ഒരാഴ്ചക്ക് വരുന്ന ഒരാളുടെ അടുത്ത് ഒരു പഞ്ചായത്തിന്റെ ഒരു പ്രശ്നത്തിൽ ചെല്ലുമ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് വരും, 3 ദിവസം കഴിഞ്ഞിട്ട് വരുന്നെന്ന് പറയുന്നതിന് പകരം അവർക്ക് ഒരു എന്തെങ്കിലും സംരക്ഷണം കൊടുക്കാനുള്ള പ്രത്യേക പദ്ധതി ഉണ്ടാക്കാനുള്ള സാധ്യത കേരളത്തിലുണ്ടോ? ആ ഉത്കണ്ഠ ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്. ആകപ്പാടെ ഒരാഴ്ചയോ 10 ദിവസം ഉണ്ടാവുക. അതിനിടയ്ക്ക് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിൽക്കണം, ബന്ധുക്കളെ കാണാൻ പോകണം, ചിലപ്പോൾ ഒരു മെഡിക്കൽ ചെക്കപ്പിന് പോകേണ്ട അവസ്ഥ വരും. അതിന്റെ കൂടെ ഒരു സർക്കാർ ആഫീസിൽപ്പെട്ടൊരു കാര്യം, ചെറിയ കാര്യം കാണുന്നുണ്ടെങ്കിൽ അത് ഓർക്കുമ്പോൾ തന്നെ പേടിയാണെന്ന് പറഞ്ഞ അവസ്ഥയുണ്ട്. ആ സ്ഥിതിക്ക് മാറ്റം ഉണ്ടാകണം. കേരളം നീതി കാണിക്കേണ്ടത് അർഹിക്കുന്ന പരിഗണനയും അർഹതപ്പെട്ട ന്യായവും അവന് കൊടുത്തുകൊണ്ടായിരിക്കണം. ഈ ചർച്ച പോലും ഒരു മെസ്സേജാണ്. അത് കേൾക്കുന്നവരും കാണുന്നവരും ചിന്തിക്കുന്നതൊരു പുതിയ കാൽവയ്പിലേക്കായിരിക്കണം. താങ്കൾ ഇന്ന് ഇന്ത്യൻ ഹൈ കമ്മീഷണർ നേരിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ ചർച്ച ചെയ്ത എന്തെങ്കിലും നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നതിന്? വളരെയേറെ പരിണതപ്രജ്ഞനും അനുഭവ സമ്പത്തുമുള്ള ആളാണ് ശ്രീ രഞ്ജൻ മത്തായി. അത് ഫോറിൻ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച അനുഭവ സമ്പത്തുമുള്ള ഡിപ്ലോമാറ്റാണ്. നമ്മുടെ ഇന്ത്യൻ ഡിപ്ലോമാറ്റുകളിൽ ഇടപെട്ട എല്ലാ രംഗത്തും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു നല്ല അനുഭവ സമ്പത്തുള്ള, കരുത്തനായ, എന്നാൽ നല്ല സമചിത്തതയുള്ള മനുഷ്യനാണ് അദ്ദേഹം. ആ എംബസിയുടെ മുമ്പിൽ ഞാനും കണ്ടതാണ് എത്ര നീണ്ട ക്യൂ ആണ്, കൊടും തണുപ്പത്ത്. ആ നീണ്ട ക്യൂവിനെ പറ്റി അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ അതുണ്ട്. അപ്പോൾ ഒരു ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയാൽ ഈ ക്യൂ അവസാനിപ്പിക്കാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞു ടെക്നിക്കലി പ്രയാസങ്ങളൊക്കെ ഉണ്ടായേക്കാമെങ്കിൽ പോലും ഒരു ഓൺലൈൻ സംവിധാനം വഴി ഈ നീണ്ട ക്യൂവിന് അന്ത്യമുണ്ടാക്കുന്ന കാര്യം ഗൗരവപൂർവ്വം പരിഗണിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. എൻ്റെ വിശ്വാസം വിത്ത് ഓൾ ഏണസ്റ്റ്നെസ് പുതിയ ഹൈക്കമ്മീഷണർ ആ കാര്യം ടേക്കപ്പ് ചെയ്യുമെന്നാണ്. അതുപോലെ തന്നെ ഉന്നയിക്കപ്പെട്ട വേറൊരു വിഷയം, ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേര് മലയാളികൾ ഉണ്ട്, എല്ലാത്തവരുമുണ്ട്, വിദ്യാർത്ഥികൾ. അവരുടെ പല വിഷയങ്ങളും ചർച്ചാ വിഷയമായി. നഴ്സ് കമ്മ്യൂണിറ്റി അതൊരു വലിയ കരുത്താണ് ഇന്ത്യയുടെ. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അവരുടെ പ്രസൻസ് ഒരു വലിയ കരുത്താണ്, അഭിമാനമാണ്. അവർ ഇവിടെ വരുമ്പോഴും ഇവിടെ പിടിക്കാൻ ശ്രമിക്കുമ്പോഴും ഉണ്ടാകുന്ന നിരവധി വിഷയങ്ങൾ, അതും ചർച്ചയ്ക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്രോച്ച് വളരെ പോസിറ്റീവായിരുന്നു. അങ്ങനെ ഇന്ത്യൻ സമൂഹത്തെ പൊതുവിലും മലയാളി കമ്മ്യൂണിറ്റിയെ പ്രത്യേകിച്ചും ബാധിക്കുന്ന ചില വിഷയങ്ങൾ വന്നപ്പോഴെല്ലാം ഹൈക്കമ്മീഷണർ ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറാണ്. ആ ഹൈക്കമ്മീഷണർക്ക് വിശാലമായ ഇന്ത്യൻ കാഴ്ചപ്പാട് വേണം. ആ കാഴ്ചപ്പാടെല്ലാം നിലനിർത്തിക്കൊണ്ട് അനുഭവ സമ്പത്തിനെയും രാഷ്ട്രതജ്ഞതയെയും എല്ലാത്തിനെയും കൂട്ടിയിണക്കി ഇന്ത്യൻ സമൂഹത്തിൻ്റെ പൊതുവായ താല്പര്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹം ശ്രമിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം സംഭാഷണ മധ്യേ പല രൂപത്തിൽ ആ കാര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. നമ്മൾ ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് താങ്കൾ ഇവിടെ വന്നു. നമ്മൾ ഒരു വാക്ക്, ഞാൻ ഒരുപാട് ചർച്ചകൾ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പങ്കെടുക്കാവുന്ന എല്ലാവരോടും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ വെച്ചാൽ അവസാനത്തെ ആളോട് വരെ ഒന്നും ഇല്ല എന്ന് ഉറപ്പാക്കിയിട്ട് വൈൻഡപ്പ് ചെയ്യുന്നൊരു സംഭാഷണവും ചർച്ചയും ആദ്യത്തെ അനുഭവമാണ്. അല്ല, തീർച്ചയായിട്ടും ഇത് യൂറോപ്പ് മലയാളി ജേണൽ എന്ന് പറയുന്നത് ഞാനൊരു നിസ്വാർത്ഥമായ സേവനം പോലെയാണ് ഇത് ചെയ്യുന്നത്. ആരും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും. അല്ല, ഇത് നല്ല കാര്യം, ജനാധിപത്യപരമാണത്. ജനാധിപത്യം. വിദേശ മലയാളികളുടെ കേരള വികസനത്തെക്കുറിച്ചുള്ള ഒരു ആശങ്കയോടുകൂടിയാണ് നമ്മൾ ചർച്ച തുടങ്ങിയതെങ്കിലും രാഷ്ട്രീയ ചർച്ചയായി ഇത് കുറെ മാറി എന്നുള്ളത് സത്യമാണ്. എന്നിരുന്നാലും താങ്കളുടെ അനുഭവ സമ്പത്തും ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ കൺസേണും മനസ്സിലാക്കിയിട്ട് ഒരു ഗൈഡൻസ് തരുകയും
ഞങ്ങൾക്ക് വേണ്ട അഭിപ്രായങ്ങൾ തരുകയും ചെയ്തതിൽ യൂറോപ്പിലെ മലയാളികളുടെ പേരിൽ ഞാൻ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് താങ്കൾക്ക് നന്ദി പറയുകയാണ്. യൂറോപ്പിൽ പണ്ട് കുറച്ചു കാലം ജീവിച്ച ഒരാളായിരുന്നു ഞാൻ. 80കളിൽ ഞാൻ ലോക ജനാധിപത്യ വിഭജന ഫെഡറേഷന്റെ ഒരു ഭാരവാഹി എന്ന നിലയ്ക്ക് ഹംഗറിയിലുണ്ടായിരുന്നു. ബുഡാപെസ്റ്റ് എന്റെ ആസ്ഥാനമായിരുന്നു 3-4 കൊല്ലക്കാലം. അപ്പൊ അങ്ങനെ ജീവിതാനുഭവം എനിക്കുണ്ട് യൂറോപ്പിലെ. പിന്നെ ആ കാലത്ത് ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ലോക സംഭവങ്ങളെ ഫോക്കസ് ചെയ്യുന്ന പരിപാടികൾ സമയം കിട്ടുമ്പോൾ കാണാറുണ്ട്. മലയാളി സമൂഹത്തിന്റെ ഒരു ചിന്തകളുടെ പരിച്ഛേദം എനിക്കറിയാം. ഇവിടെ പല രാജ്യങ്ങളിലും സുഹൃത്തുക്കളുണ്ട്. അതെല്ലാം കൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഇതും ഒരു ഘടകം തന്നെയാണ്. ഈ ജനാധിപത്യപരമായിട്ടുള്ള ഒരു സമീപനവും ഇതിനെ വ്യത്യസ്തമാക്കുന്നുണ്ട്. ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമാണത്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. പലപ്പോഴും സമയത്തിന്റെ കൺസ്ട്രെയിൻ കൊണ്ടാണ് നടുക്ക് വെച്ച് നിർത്തേണ്ടി വരും. നമ്മൾ ചിലപ്പോൾ ഒരാളുടെ ചർച്ച നടക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് പറയും ശരി സോറി പറയേണ്ടി വരും. അതെല്ലാം കാണുമ്പോഴും ഇത്ര ചില വിഷയങ്ങളിൽ വളരെ ഉദാരമായിട്ട് തന്നെ അഭിപ്രായങ്ങളെ കേൾക്കാനും പ്രതിഫലിപ്പിക്കാനും എല്ലാം കാണിക്കുന്ന ഈ ഒരു പ്രത്യേകത കൊണ്ടുകൂടി ശ്രദ്ധേയമായിട്ട് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ TV ചാനലിനെ. എനിക്ക് നന്ദിയുണ്ട്. ഈ ഒരു ചാനലിൽ കൂടി യൂറോപ്പിന്റെ പല ഭാഗത്തുമുള്ള എണ്ണമറ്റ സുഹൃത്തുക്കൾ ഒരുപാട് പേര്, എല്ലാവരും എന്റെ പാർട്ടിക്കാരൊന്നുമല്ല. അപൂർവം ചില ആൾക്കാർ എന്റെ പാർട്ടിക്കാരായിരിക്കാം. പക്ഷെ അല്ലാത്ത പാർട്ടിയല്ലാത്ത രാഷ്ട്രീയമില്ലാത്ത എന്റെ കൂടെ പഠിച്ച എനിക്ക് പല വഴിക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞ അനവധി ആളുകൾ യൂറോപ്പിന്റെ പല ഭാഗത്തും ചെറി കിടക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. അവരൊന്നും നമ്മൾ കാണുന്നില്ല, അവരൊന്നും വിളിക്കുന്നില്ല. പക്ഷെ എനിക്ക് ഉറപ്പാണ് അവരിൽ കുറച്ചേറെ പേര് ഇത് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അവരോടൊക്കെയുള്ള സ്നേഹം അറിയിക്കാൻ, അവരുടെ മുഖം ഞാൻ കാണുന്നില്ലെങ്കിലും പേരെടുത്ത് വിളിക്കുന്നില്ലെങ്കിലും അവരോടെല്ലാം നമ്മളൊക്കെ തമ്മിലുള്ള ബന്ധം, ആ ബന്ധം അതുപോലെ തന്നെ കാണാതെയും കേൾക്കാതെയുമാണെങ്കിലും ഉണ്ടെന്ന കാര്യം അറിയിക്കാനും കിട്ടിയ ഒരു വലിയ അവസരമായിട്ട് തന്നെ ഞാൻ കാണുന്നു. അങ്ങനെ ഒരു ബഹുമതി എനിക്കായി താങ്കൾ ഒരുക്കിയതിൽ നന്ദിയുണ്ട്. എല്ലാവരോടും ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി കാണും വരെ നന്ദി, നമസ്കാരം.